പാലസ്തീൻ ഐക്യദാർഢ്യം തന്നെ അവിടെ വന്ന പല ആർട്ടിസ്റ്റുകളും അവരുടെ റെഡ് കാർപ്പറ്റ് സമയത്തും അല്ലാതെയൊക്കെ കാണിച്ചിരുന്നു. പിന്നെ വർക്കിംഗ് സ്പേസിൽ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനുള്ള ഒരു ജസ്റ്റർ കുറേ പേര് വേദി അതിനുപയോഗിച്ച് പല ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. പിന്നെ ഫ്രാൻസിൽ ഫെസ്റ്റിവലുകൾ നടക്കുന്ന അവിടെ ആളുകൾക്ക് കറക്റ്റായിട്ട് വേതനം ക്രൂവിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജ്, അത് ഇതൊക്കെ പലതിനും അവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്നെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നില്ല ഈ ഒരു രീതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതൊരു ഇങ്ങനെ ഒരു ക്ലച്ചൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മറ്റേ ആ ആക്ട്രസ് ഉണ്ടല്ലോ കേറ്റ് ബ്ലൻഷെറ്റ്, അപ്പോൾ അവരുടെയും വേറെ രീതിയിലൊക്കെ ഇങ്ങനെയാണ് അവർ ആലോചിച്ചെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ലോകം കുറച്ചും കൂടി അങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ആ രീതിയിൽ ചിലപ്പോൾ എന്നെ നോക്കി അങ്ങനെ അതൊന്നും. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നില്ല ഇത്രയ്ക്കധികം. ഒന്ന് ഒന്നും അല്ലെങ്കിൽ സമയമില്ല. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഓരോരോ ഇൻ്റർവ്യൂ റെഡി ആവണം, അങ്ങനെയൊന്നും ഇത്രയ്ക്കൊന്നും ആലോചിച്ചിരുന്നില്ല. ആകെ എനിക്ക് എൻ്റെ ടീമിന് ആക്ച്വലി ഇത് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകാൻ പോലും ഇരുന്നതല്ല. അവസാനം പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, എനിക്കറിയാം ഞങ്ങളുടെ ടീമിലെ എല്ലാവരും ചിലപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം പറയാൻ താല്പര്യമുള്ളവരാണ് എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ എൻ്റെ ടീമിൽ എല്ലാവരോടും പറയാം, നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചെയ്യണം അങ്ങനെ ചോദിക്കാം വിചാരിച്ചിരുന്നപ്പോൾ അവിടെ നിന്നുള്ള ഫെസ്റ്റിവലിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ്. അപ്പോൾ കൂടെയുള്ള ഒരു ആക്ടർ ഇങ്ങനെ അവിടെ എന്തൊക്കെ പ്രോട്ടോക്കോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ വിചാരിച്ചു ചിലപ്പോൾ ഹീ വോണ്ട്സ് ടു ഡു അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുമോ എന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു. അവർ പറഞ്ഞു ഫെസ്റ്റിവൽ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നല്ല കാര്യം, പിന്നെ വേണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ രണ്ടല്ലാത്തൊരു സ്ഥലം പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇനി ടീമിലുള്ള എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് പ്രഷർ ആവുന്നത്, ആർക്കൊക്കെയാണ് വേണം പക്ഷെ വേണോ അങ്ങനെയൊക്കെ ആവോ എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു ഓക്കെ എൻ്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ ഉത്തരവാദിത്തം എടുക്കാം, ആരും അറിയണ്ട. പക്ഷേ തലേ ദിവസം ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അവിടെ ഉള്ളവരിങ്ങനെ പറഞ്ഞു വി ഷുഡ് ഹാവ് ഇങ്ങനെ പാലസ്തീൻ ഐക്യദാർഢ്യം പറയാതിരിക്കുന്നത് വളരെ മോശമാണ്, എനിക്ക് ശരിക്കും പറയണം. അപ്പം അവിടെ അവരെല്ലാവരുടെയും കയ്യിലൊരു പാലസ്തീൻ ഫ്ലാഗിൻ്റെ സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ മേടിച്ചു. ചിലരൊക്കെ ദേഹത്തൊക്കെ ഒട്ടിച്ചിരുന്നു. നമ്മുടെ ടീമിലുള്ളവർ ചിലർ ഫോണിൽ ഒട്ടിച്ചിരുന്നു. പക്ഷെ എല്ലാവരും ആക്ടേഴ്സ് മാത്രമല്ല റെഡ് കാർപ്പറ്റിൽ നടന്നവർ, വേറെ ക്രൂവും ഞങ്ങൾ കുറേ പേര് പോയിരുന്നു. അപ്പോൾ അവർ കുറേ പേര് അതൊന്നും ഇത്ര ശ്രദ്ധ ഇപ്പം നേരത്തെ വെച്ചില്ലേ ആക്ടേഴ്സിനെ ശ്രദ്ധ കൊടുക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല അത് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ടീമിൽ തന്നെ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ആശയം ഉണ്ടായിരുന്നവരാണ്, അല്ലാണ്ട് ഞാൻ മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് എൻ്റെ മേലിൽ ഇങ്ങനെ വരും അങ്ങനെ വിചാരിക്കുന്നില്ലോ, ഞങ്ങളെല്ലാവരും കൂടെ എന്നുള്ള പോലെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നില്ല. ഞാൻ ചോദിച്ചു ആ ഫെസ്റ്റിവലിൽ ഇനി എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അപ്പം ഞാൻ പറയുന്നത് എൻ്റെ മാത്രമാണ് ഇവർ എന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. ആ ഫെസ്റ്റിവൽ ഡയറക്ടർ അത്ര ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പിന്നെ പറഞ്ഞില്ല, ആരുടെ വേണ്ട പറയണ്ട. ഓക്കെ. മൂവിയുടെ സ്ക്രീനിങ് കഴിഞ്ഞപ്പോഴും യു ഷോട്ട് ബാക്ക് ആക്ടേഴ്സിനെ കാണിക്കുന്ന അതെന്ത് ഞാൻ കാണിച്ചല്ല, അവിടെ ഫ്രണ്ടിൽ എൻ്റെ ഫ്രണ്ട് റോയിൽ ഇരുന്ന എല്ലാവരും കൂടി ആ ക്യാമറ എന്തോ വരും തോന്നുന്നു ഈ റിയാക്ഷൻ. അപ്പോൾ അവരെല്ലാം പറഞ്ഞു അതൊന്നും സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുക, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലിരിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്ന് കാണിക്കുമോ പ്ലീസ് പ്ലീസ് എന്ന് എല്ലാവരും പറഞ്ഞു, യു മസ്റ്റ് ഷോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് മൊത്തം ചുറ്റിരുന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടും കൂടിയാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് അപ്പം ഇങ്ങനെ കാണിക്കണം ഓർക്കണം എന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വ്യക്തിത്വം വെച്ചിട്ട് എനിക്കിങ്ങനെ ഒരു ഫെസ്റ്റിവലിൽ പോയതും അവിടെ അത് എൻ്റെ പീക്ക് ഓഫ് കരിയർ വിശ്വസിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ. അത് ശരിയാണോ എന്ന് എനിക്ക് പറയില്ല. ചിലപ്പോൾ എനിക്ക് ഇനി കുറേ ഭാവിയിൽ ഞാൻ തിരിച്ച് ചിന്തിക്കാം. ഇന്ന് വരെ എന്തായാലും ചിന്തിച്ചിട്ടില്ല അങ്ങനെ. പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇപ്പം പായൽ ഒരു 8 വർഷം മുമ്പ് എടുക്കാനിരുന്ന സിനിമയാണ്. ഇപ്പം ഇതിങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും എന്നൊക്കെ പറയണ്ട. അപ്പോൾ ചോദിച്ചു ഇവർക്ക് ഇത്രയും നാളും അവരുടെ കഥേനെ കണ്ട് ആ വിഷൻ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ പല അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണല്ലോ ഒരു പ്രോജക്റ്റ് ഡിലേ ആവുന്നത് പലപ്പോഴും, പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ട്. അപ്പോൾ അത് ഇല്ലാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ പായലിന് അങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അത് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒന്ന് മടിച്ചു നിൽക്കുന്നവർക്ക് ചിലപ്പോൾ വേറെ ഇതുപോലെ രസകരമായ കഥകളുള്ളവരാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടും. ആ രീതിയിൽ
ഞാൻ ഇപ്പോൾ ഈ ഫെസ്റ്റിവലിൽ നിന്ന് വില കുറച്ച് കാണുന്നില്ല, എനിക്ക് ആ രീതിയിൽ അത് വളരെ ഇമ്പോർട്ടൻറ്റും നല്ലതായിട്ടും ഞാൻ അതിനെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരു നടി എന്നുള്ള നിലയിൽ അവിടെ അങ്ങനെയല്ല ഞാൻ അതിനെ പീക്ക് ഓഫ് കരിയറിന് ഞാൻ കണക്കാക്കുന്നത് നല്ല രസമുള്ള വർക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴോ. അപ്പോൾ ഇപ്പം പായലിലാണെങ്കിലും എനിക്ക് അതിൻ്റെ ഓഡിഷൻ ചെയ്ത് കിട്ടിയപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയാം. പിന്നെ ആ കഥയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ പായലും അത് എഴുതി വെച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. വലിയ ഇതൊന്നുമല്ല, ഭയങ്കര ഒരു ചെറുകഥയൊക്കെ വായിക്കുമ്പോൾ ഒരു ചെറുതായിട്ട് തൊടുന്ന പോലെ അങ്ങനെ ഒരു ഇത്. അപ്പോൾ എനിക്ക് അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല വർക്കുകൾ വരുന്നതാണ് എനിക്ക് അങ്ങനെ ഒരു പീക്ക് ഓഫ് കരിയറായിട്ട് ഞാൻ കാണുക. ആ രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ല. സിനിമയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നാടകത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പീക്ക് ഓഫ് കരിയർ അന്ന് ഉണ്ടായ പോലെ വേണമെങ്കിൽ ഇവൻ ഈ പീക്ക് ഓഫ് കരിയർ എന്ന് ഞാൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ എനിക്കില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർക്ക് ചെയ്യുമ്പോഴും. അപ്പം ചില സമയത്ത് പഠിക്കാൻ അവസരം ഇല്ലാണ്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് തന്നെ പഠിക്കാൻ പോകാൻ ഒരു അവസരം കിട്ടും. അപ്പം അതൊന്നും ഇല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നമ്മൾ നിരന്തരം അത് റിഗ്രസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു വാക്വമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങൾ വേണമെങ്കിൽ ഒരു എംപ്റ്റി ആയിട്ട് തോന്നാം. അല്ലെങ്കിൽ എനിക്ക് അതിനൊരു, ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഈ ഒരു കലയെ തന്നെ. പിന്നെ ഫ്രാൻസ് ഒരു സെക്കൻഡ് ഹോം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എനിക്കൊന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ഒട്ടും സന്തോഷത്തോടെ അല്ല പോയതൊന്നും അന്നതുപോലെ. പക്ഷെ ഒരുപാട് പോയതെന്ന് വെച്ചാൽ എനിക്ക് ആ സ്കൂളിൽ പോകാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയാണ് പാരീസ്. അപ്പം അതൊക്കെ കൊണ്ടിങ്ങനെ നമ്മൾ എപ്പോഴും കരയാണ്. എൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഒക്കെയും ചിലപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കില്ല. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ അന്ന് STD ബൂത്തിൽ നിന്ന് ഇവിടെ ഒരു കോള് വേണമെങ്കിൽ 1 മിനിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്രയും ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ടൈമായിരുന്നു ആ രീതിയിൽ. എന്ന് പറയാം. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് പോകാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതിനൊരു പ്രിവിലേജാണ്. അതിനകത്ത് നിന്നുകൊണ്ടുള്ള ഹാർഡ്ഷിപ്പാണ് ഞാൻ പറയണത്. പഠിക്കാൻ തന്നെ പോകാൻ പറ്റാറില്ല ആളുകൾക്ക്. പക്ഷെ അപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് എവിടെ വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. എനിക്കിവിടെ വളരെ സാമ്പത്തികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അവിടെ നിൽക്കാനും. ആ സ്കൂള് പിന്നെ വളരെ വളരെ ഹാർഡായിട്ടുള്ളൊരു സ്കൂളാണ്. ഒട്ടും ടീച്ചേഴ്സുമായിട്ടൊന്നും സംസാരിക്കാൻ നമ്മൾ പാടില്ല. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്കൂളാണ്. അവരിടയ്ക്ക് വെച്ച് സ്റ്റുഡൻസിനെ പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര പിള്ളേരെല്ലാം കോമ്പറ്റീറ്റീവ് ആയിരിക്കും. ആരോടും അത്ര കൂട്ടാവില്ല. അപ്പോൾ അതിൽ നിന്നൊരു ഫ്രണ്ടിനെ കിട്ടാൻ പാടാണ്. ടീച്ചേഴ്സിനോട് മിണ്ടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഹാർഡ് ടൈം ആയിരുന്നു. പക്ഷേ എനിക്ക് ആ സ്കൂളിൻ്റെ പെഡഗോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് പോയത്. പിന്നെ 2012 ഞാൻ വർക്ക് ചെയ്യാൻ പോയപ്പോൾ അങ്ങനെയല്ല തോന്നിയത്. കാരണം നമ്മൾ ഏൺ ചെയ്യുമ്പോൾ ആ ഫ്രീഡം ഉണ്ട്. ഒരുപാട് പൈസ അല്ലെങ്കിലും അവിടെ അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്ന പൈസ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിന് മുമ്പ് ഈ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ തിയേറ്റർ ഫെസ്റ്റിവൽ അവിഞ്ഞോൺ എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ വേണ്ടിയിട്ട് 1.5 മാസം അവിടെ താമസിച്ചിട്ടുണ്ട്. ഒരിക്കലല്ല, പിന്നെയും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊച്ച് എനിക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്തുനിന്ന് അലിക്കുമ്പം അവിടെ കൊണ്ടിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, എവിടെ പോകണം, അതൊക്കെ അറിയാം. ആ രീതിയിലൊരു സെക്കൻഡ് ഹോം. നേരത്തെ പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് മൂവി ഷോക്കേസ് ചെയ്തപ്പോൾ അവിടെ ഒരു ഓഡിയൻസ് ഉണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ കോണ്ടന്റിൽ. അപ്പം ഇവിടെ ഇന്ത്യയിൽ അത് പ്രദർശിപ്പിച്ചാൽ ആ ഒരു കണക്ഷൻ കിട്ടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടോ? അത് ഇപ്പോൾ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് കൊണ്ട് ഓക്കെ ഇവിടെ കാണിച്ചാൽ ശരിയാവും, പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ? എനിക്ക് ശരിക്കും എല്ലാ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിനും ഉണ്ട് നല്ല ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിക്കുന്നത് ഓരോ ഫെസ്റ്റിവലിനും അതിൻ്റേതായിട്ടുള്ള സ്വഭാവമുണ്ട്. അങ്ങനെ പറയാം. ഇപ്പം കാൻ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ അതുപോലെയല്ലല്ലോ വേറൊരു ഫെസ്റ്റിവൽ. ഇപ്പം ബെർലിൻ ഫെസ്റ്റിവലോ അല്ലെങ്കിൽ സൺഡാൻസോ ഒക്കെ വ്യത്യാസമാണ് ഓരോന്നിനും. അത് അവിടെ വർഷങ്ങളായിട്ട് ക്യൂറേറ്റ് ചെയ്ത് വരുന്ന ഒരു രീതി, അതായത് ഒരു സെർട്ടൻ എസ്തെറ്റിക്സ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് കാൻ ഫെസ്റ്റിവൽ എല്ലാ സിനിമകളെയും എടുക്കാറില്ല എനിക്ക് തോന്നുന്നു. അതുപോലെ വെനിസും എല്ലാം എടുക്കാറില്ല. ഞാൻ ആ രീതിക്കാണ് പറഞ്ഞത്. അല്ലാണ്ട് ഒരു ഫെസ്റ്റിവലുകളെല്ലാം ഇത് മനസ്സിലാക്കുമെന്നും അതല്ല ഉദ്ദേശിച്ചത്. ഓരോ ഫെസ്റ്റിവലിനും ഓരോ ക്യൂറേഷൻ ഉണ്ട്. സിനിമ റിലീസ് ചെയ്യുമ്പോൾ തീരുമാനിക്കുന്ന പോലെ ചിലപ്പോൾ ഈ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യണ്ട, അപ്പോൾ ആളുകൾ ഇങ്ങനെ ഒരു സിനിമ ആയിരിക്കില്ല കാണുകയെന്ന് ആൾക്കാർ ആലോചിക്കില്ലേ. അതൊരു തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട എന്നല്ലല്ലോ അപ്പോൾ ആളുകൾ ആലോചിക്കണേ. ഞാൻ ആ രീതിയിലാണ് പറഞ്ഞത്. അതായത് ഏത് ഫെസ്റ്റിവലിന് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമയുടെ എസ്തെറ്റിക്സ് മനസ്സിലാക്കുക,
ഇപ്പം ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ അതിന് വേറെ തന്നെ ഒരു ക്യൂറേഷനാണ്. അത് വരുന്ന സിനിമകൾ കാണാൻ നമ്മൾ ഓക്കെ ഈ സിനിമകളൊക്കെയാണ് ഇവർ എടുത്തത്. അപ്പം നമ്മൾ അതാണല്ലോ, അപ്പം അത് കാണാൻ കൂടി അത് ഉണ്ടാവുന്നത് അവിടെ വരുന്ന ആളുകളും ഇത്രയും നാൾ ആ ഫെസ്റ്റിവലിൽ പോയിരിക്കുന്നതിൻ്റെ ഒരു രീതി കൂടെ തന്നെയാണ് പോകുന്നത്. അൺലെസ് അതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ കംപ്ലീറ്റ്ലി പാടെ ഇത്തവണ മാറ്റാം എന്നൊക്കെ ഒരാൾക്ക് വിചാരിച്ചോ അല്ലെങ്കിൽ ബോർഡ് മൊത്തം തീരുമാനിക്കുന്നു, അങ്ങനെയൊക്കെ ചിലപ്പോൾ മാറുമായിരിക്കും. ഞാനൊരു ഇത് ഫെസ്റ്റിവലിന് പോയിട്ട് ഫെസ്റ്റിവലിൻ്റെ എല്ലാ ആളുകൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കാൻ എന്ന് പറയുന്ന ആ ഫെസ്റ്റിവൽ വളരെ ആപ്റ്റാണ്. അവിടെ വരുന്ന ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാൻ ഫെസ്റ്റിവലിൻ്റെ സിനിമകളൊക്കെ നമ്മൾ ഇപ്പോൾ അവിടെ പോയില്ലെങ്കിൽ നമ്മൾ കാണുമല്ലോ ഇവിടെ ഓരോ വർഷത്തെ. അതൊക്കെ വെച്ചിട്ട് അതുമായിട്ട് റെസൊണേറ്റ് ചെയ്യുന്ന, അതായത് നല്ല കാര്യം ഈ സിനിമ, ഇപ്പം ഈ സിനിമ തന്നെ ടൊറൻറ്റോ ഫിലിം ഫെസ്റ്റിവലിന് പോകാം, അല്ലെങ്കിൽ വെനീസ്, വേറെ എവിടെയെങ്കിലും ഒക്കെ പോകാമല്ലോ. അപ്പോൾ അതിലെനിക്ക് തോന്നിയിരുന്നു പായലിൻ്റെ സിനിമ ഏറ്റവും ചിലപ്പോൾ ഈ ഫെസ്റ്റിവലിന് വളരെ ആപ്റ്റാണ്, അവരുടെ ഒരു കോണ്ടന്റ് എടുക്കുന്ന ആ രീതിയിലാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് എല്ലാ ഫെസ്റ്റിവലിൽ പോയാലും മനസ്സിലാവുന്നു അല്ലെങ്കിൽ റിലീസ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ചോദിച്ച ചോദ്യം റെലവെന്റ് ആണ്. അതൊന്നും പക്ഷെ എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇവിടെ ബിനാലെ ഇല്ലേ, ഇറ്റ്സ് നോട്ട് എ ഫിലിം ഫെസ്റ്റിവൽ. ബിനാലെ നമ്മൾ 2 തവണ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫെസ്റ്റിവലിന് ആ ഡയറക്ടർ അനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം മാറാം, എന്നാലും ഒരു ഐഡിയ ഉണ്ടാവാം. ഇല്ലെങ്കിൽ ഓരോ തവണയും മാറാം, അതും ഉണ്ടാവാം. അതുപോലെ ഇപ്പോൾ തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുമ്പോഴും ഭാരത് രംഗ മഹോത്സവം ഉണ്ട്, ഇറ്റ് ഫോക്ക് ഉണ്ട് ഇന്ത്യയിൽ. ഇറ്റ് ഫോക്കിനും ഓരോ വർഷം വേറെ ഡയറക്ടേഴ്സാണ്. പക്ഷേ ചില ഫെസ്റ്റിവലിൽ നമ്മൾ ഒരേ ആൾക്കാർ തന്നെയാണ് വർഷങ്ങളോളം ഉള്ളത്. അപ്പോൾ അവർക്കൊരു വിഷൻ ഉണ്ട്, എങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ തരം ഡൈവേഴ്സ് സിനിമകൾ വരുമ്പോഴും ഏതൊരു എസ്തെറ്റിക് സെൻസ് ഒക്കെയാണ് നമുക്ക് ഇഷ്ടം. അങ്ങനെ നമുക്ക് തോന്നില്ല ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ആ രീതിയിൽ എനിക്ക് ഈ സിനിമ ഇവിടെ ആദ്യം പോകണമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട് എന്തായാലും. സോ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനാണെങ്കിലും രസമായിട്ടായിരിക്കും വരിക. അല്ല എല്ലാവരും അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ സിനിമ കാണേണ്ട രീതിയിൽ കാണുന്ന ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ കൊള്ളാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ചിലപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്താലും എല്ലാവരും കാണുന്ന സിനിമയായിരിക്കും എന്നും പറഞ്ഞ് വേറൊരു ഫെസ്റ്റിവലിന് ചിലപ്പം ഇത് ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടൊക്കെ തോന്നാം. ദാറ്റ് ഐ ഡോണ്ട് നോ ഏതിനാ എന്താ അതെനിക്കറിയില്ല. ഞാൻ ഇത് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. കാരണം അവിടെ എല്ലാവരും അവിടെ ഓരോ സിനിമകൾ അവിടെ വരുന്നത് കാണുന്നത് വളരെ വളരെ ശ്രദ്ധയോടെ കാണുന്ന ആൾക്കാരാണ്. അതിപ്പോൾ ഇവിടെ IFFK ആണെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ പോയിട്ട് കുറേ നാളെ എനിക്കറിയില്ല, എന്നാലും അവിടെ വളരെ സീരിയസ് ആയിട്ട് ആളുകൾ കാണാനിരിക്കണം. പക്ഷേ ക്യൂറേഷൻ അങ്ങനെ ഒരു സെയിം സ്വഭാവം ഉണ്ടാകുന്ന എനിക്കറിയില്ല കേട്ടോ. ഇത് ചില ഫെസ്റ്റിവലുകൾക്കാണ് ആ ഒരു ഇപ്പം വെനീസും വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്യൂറേഷൻ ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അവിടെ പോകുന്ന സിനിമകളുടെ ഒരു ഏതൊക്കെ സിനിമകളാണെന്നുള്ളത്. ചില ഫെസ്റ്റിവലുകൾ നമുക്ക് കഴിഞ്ഞ വർഷം അതൊക്കെയായിരുന്നു, ഈ വർഷം ഇതൊക്കെയാണ്, അതെ അപ്പോൾ ഓക്കെ വീടുണ്ടോ എന്നോ അങ്ങനെയും തോന്നുമല്ലോ.